ഞാനും ക്യാമറമാൻ ജഗദീഷും ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ നിൽക്കുന്നത് ബൈസൺ താഴ്വരയിലാണ്. ഇവിടെയാണ് ഈ ഭീകരാക്രമണം നടന്നത്. അതായത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ പൈൻ മരങ്ങൾക്ക് അപ്പുറത്ത് ഭാഗത്ത് അവിടെയായിരുന്നു മെനിഞ്ഞാന്ന് രാജ്യത്തെ നടുക്കിയ ഈ ഭീകരാക്രമണം നടന്നിരുന്നത്. പെഹൽഗാമിലെ ടൗണിൽ നിന്ന് ഏതാണ്ട് 5 കിലോമീറ്റർ നമ്മൾ ട്രക്ക് ചെയ്ത് വേണം ഇവിടെ എത്തുന്നതിനായിട്ട്. സാധാരണ ഈ ബൈസണിൽ എത്തുന്നതിന് 3 വഴികളാണുള്ളത്. അതിൽ 2 വഴികളും സുരക്ഷാ ഉദ്യോഗസ്ഥർ അടച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് മൂന്നാമത്തെ വഴിയാണ് ഞാനും ജഗദീഷും ഇവിടേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഷൂട്ടൗട്ട് നടന്നതിൻ്റെ തൊട്ടടുത്താണ് മാതൃഭൂമി സംഘമുള്ളത്. യഥാർത്ഥത്തിൽ ഗ്രൗണ്ട് സീറോയിലാണ് നമ്മളുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. ഈ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കേണ്ട കാര്യം, ഇത്രയും വലിയൊരു കയറ്റം, അതായത് ഈ ആൾക്കാർക്കൊക്കെ ഇവിടെ വരാൻ വലിയ പ്രയാസം, ഈ ട്രെക്കിംഗ് ഒക്കെ നടത്തി വേണം ഇവിടെ എത്തേണ്ടതായുള്ളത്. നമ്മൾ സാധാരണ ഇവിടേക്ക് വരുന്ന വഴി, ആ വഴിയിലൂടെ അല്ല നമ്മളിപ്പോൾ ബൈസണിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 9 കിലോമീറ്റർ നടന്നു വേണം നമുക്ക് അവിടെ എത്തേണ്ടത്. അതുകൊണ്ടാണ് നേരത്തെ പ്രതീക്ഷിച്ചതിൽ നിന്ന് അല്പം വൈകുന്നത്. പക്ഷേ നമ്മൾ ബൈസണിൽ എത്തുന്നതായിരിക്കും. ഇവിടെ എത്തിയപ്പോഴാണ് എന്തുകൊണ്ടാണ് ഈ സ്ഥലം ഭീകരർ ഈ ആക്രമണത്തിന് തിരഞ്ഞെടുത്തത് എന്നതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ, ചില തിയറികളൊക്കെ നേരത്തെ കേട്ടിരുന്നു. പക്ഷെ അത് അക്ഷരാർത്ഥത്തിൽ വാസ്തവമാണെന്ന് നമുക്ക് മനസ്സിലാകുന്ന കാഴ്ചകളാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. കാരണം വളരെ ചെങ്കുത്തായ സ്ഥലം, ഏതെങ്കിലും തരത്തിൽ ഒരു രക്ഷാപ്രവർത്തനം നടത്തണമെങ്കിൽ അത് വലിയ പ്രയാസം ഈ സുരക്ഷാ ഏജൻസികൾക്കൊക്കെ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് ഈ സ്ഥലം തെരഞ്ഞെടുത്തതെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അത് അക്ഷരാർത്ഥമാണ്. അതാണ് നമുക്കും കാണാൻ വേണ്ടി. പരിസരത്ത് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടോ? അവിടെ ഏത് തരത്തിലാണ് ഇപ്പോൾ സുരക്ഷയുള്ളത്? മോത്തി, അതിലേക്ക് വരാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. കാരണം ഇതിൻ്റെ ഒരു പ്രദേശം കംപ്ലീറ്റ് വനമേഖലയാണ്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ ആ ആക്രമണത്തിന് ശേഷം രക്ഷപ്പെടുന്നതിനുള്ള ഒരു മാർഗം ഇവിടെ ഉണ്ട് എന്നതാണ്. കാരണം അത്ര പെട്ടെന്നൊന്നും കണ്ടെത്താൻ വേണ്ടി കഴിയില്ല. ഈ പൈൻ മരങ്ങൾക്ക് അപ്പുറത്തേക്ക് നിബിഡ വനമാണ്. കശ്മീരിലെ പ്രധാനപ്പെട്ട ഒരു വനമേഖല കൂടിയാണ് ഈ മേഖല. അതാണ് ഇവർക്ക്, അതായത് ഈ ഭീകരർക്ക് രക്ഷപ്പെടാൻ പെട്ടെന്നൊരു സാഹചര്യം ഒരുക്കിയ ഒരു കാര്യമെന്നാണ് കരുതപ്പെടുന്നത്. ഇനി മോത്തിയുടെ ചോദ്യത്തിലേക്ക് വരാം. ക്ഷമിക്കണം, ഞാൻ അയക്കുകയാണ്. കാരണം രാവിലെ എനിക്ക് ഏതാണ്ട് 6 കിലോമീറ്ററോളം ഞാൻ ട്രെക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയും എനിക്ക് 3 കിലോമീറ്റർ ട്രെക്ക് ചെയ്യേണ്ടതായുണ്ട്. അതിനിടയിലാണ് ഈ ലൈവ് വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ അയക്കുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ മോത്തി ചോദിച്ചതുപോലെ തന്നെ ഈ പെഹൽഗാമിലൊക്കെ വലിയ സുരക്ഷാ വിന്യാസമുണ്ട്. ത്രിതല സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ ടൂറിസ്റ്റുകളൊക്കെ വരികയാണെങ്കിൽ, ബൈസണിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് പോകുന്നതിന് 2 മാർഗങ്ങളാണുള്ളത്. അതിൽ ഒന്ന് ഈ കുതിര വഴിയാണ് പലരും പോകുന്നത്. അല്പം ദൂരം കൂടുതലാണെങ്കിലും ഈ കുതിര വഴി നമുക്ക് അവിടെ പോകാം. പക്ഷേ ഈ ഭീകരാക്രമണത്തിന് ശേഷം ഈ കുതിര സവാരി നിർത്തിവെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ആരും ഇങ്ങോട്ടേക്ക് വരുന്നില്ല. ഇന്നലെ ഈ പ്രദേശം കംപ്ലീറ്റ് ആയിട്ട് സീൽ ചെയ്തിരുന്നു. കാരണം NIA ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, തെളിവ് ശേഖരണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നലെ ആരെയും കടത്തിവിട്ടിരുന്നില്ല. പക്ഷേ ഇന്ന് 2 വഴികൾ അടച്ചിട്ടുണ്ട്. ഒരൊറ്റ വഴി മാത്രമാണ്, ബൈസണിലേക്കുള്ള ഈ ഒരൊറ്റ വഴി മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് അറിയാം, കാരണം ഞാൻ നേരത്തെ ഈ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഈ പൈൻ മരങ്ങൾക്ക് അപ്പുറത്തെ ഭാഗത്താണ് ഈ ഭീകരാക്രമണം നടന്നത്. യഥാർത്ഥത്തിൽ ഈ ജഗദീഷിനോട് പറയാം, ആ വഴി കാണിച്ചു തരാം. അതുവഴിയായിരുന്നു യഥാർത്ഥത്തിൽ നമ്മൾ ടൂറിസ്റ്റുകളൊക്കെ പോകേണ്ടിയിരുന്ന വഴി. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ വളഞ്ഞു പോവുകയാണ്. ഒരു ചെറിയ അരുവി നമുക്ക് ക്രോസ് ചെയ്യേണ്ടതായുണ്ട്. ഈ അരുവിക്ക് അപ്പുറത്ത് എത്തേണ്ടതായുണ്ട്. അപ്പോൾ ഈ അരുവി ക്രോസ് ചെയ്യണമെങ്കിൽ ഈ അരുവിയുടെ ഏറ്റവും മുകൾ ഭാഗത്തായി നമ്മൾ എത്തണം. അവിടെ എത്തിയിട്ട് വേണം നമുക്ക് അപ്പുറത്ത് ഭാഗത്തേക്ക് പോകേണ്ടതായുള്ളത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ടൂറിസ്റ്റ് ഇവിടെ എത്തുമ്പോൾ സഞ്ചരിക്കുന്നതിനേക്കാളും ഏതാണ്ട് 3 കിലോമീറ്ററോളം അധികം നമുക്ക് ട്രക്ക് ചെയ്യേണ്ടതായി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അവിടെ എത്തേണ്ടത്. ഈ വേക്കപ്പ് കേരളയിൽ തന്നെ നമുക്ക് ഈ പ്രേക്ഷകർക്ക് ഈ ഷൂട്ടൗട്ട് നടന്ന സ്ഥലം, അതായത് ഈ ഭീകരാക്രമണം നടന്ന സ്ഥലം നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയുമെന്നാണ്, അല്ലെങ്കിൽ അതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിൽ എത്തിക്കാൻ വേണ്ടി കഴിയുമെന്നാണ് കരുതുന്നത്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കുറച്ച് ഒരു അപ്ഡേറ്റുകൾ കൂടി ഉണ്ട്. കാരണം
ഈ അന്വേഷണത്തിൽ ഇപ്പോൾ NIA ഈ അന്വേഷണം ഔദ്യോഗികമായി ഏറ്റെടുത്തിട്ടില്ല. ജമ്മുകാശ്മീർ പോലീസാണ് ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ ഭീകരർ ഈ ആക്രമണത്തിന് ശേഷം ആദ്യം ഈ പഹൽഗാമിലെ വനമേഖലയിലേക്കും അവിടെ നിന്ന് പീർപഞ്ചൽ വനമേഖലയിലേക്കും കടന്നുവെന്നാണ് ഇപ്പോൾ ഈ വിവിധ സുരക്ഷാ ഏജൻസികളും മറ്റും കരുതുന്നത്. കാരണം ഇന്നലെ ഈ പ്രദേശത്തൊക്കെ വലിയ തോതിലുള്ള അരിച്ചു പറക്കിയുള്ള കോമ്പിംഗ് ഓപ്പറേഷൻ നടന്നിരുന്നു. പക്ഷേ ഇന്ന് ഇവിടെ സൈന്യത്തെയോ അല്ലെങ്കിൽ മറ്റ് ഈ ഉദ്യോഗസ്ഥരെയോ ഒന്നും നമുക്ക് നിലവിൽ കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. നമ്മൾ ഇങ്ങോട്ട് കടന്നു വരുന്ന പ്രദേശത്ത് ഈ ജമ്മുകാശ്മീർ പോലീസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ മേഖലയിൽ വലിയ തോതിലുള്ള കോമ്പിംഗ് ഓപ്പറേഷൻ ഒന്നുമില്ല. പീർപഞ്ചൽ മേഖലയിലാണ് ഈ കോമ്പിംഗ് ഓപ്പറേഷൻ നിലവിൽ നടക്കുന്നതെന്നാണ് പറയുന്നത്. വനമേഖല എത്ര ദൂരെയായിരിക്കും? പീർപഞ്ചൽ മേഖല ഇവിടെ നിന്ന് സാമാന്യം നല്ല ദൂരമുണ്ട് എന്നാണ് പറയുന്നത്. എനിക്ക് കൃത്യമായ അതിൻ്റെ ദൂരം പറഞ്ഞു തരാൻ വേണ്ടി അറിയില്ല. കാരണം രാവിലെ ഈ ജമ്മുകാശ്മീർ പോലീസിലേക്ക് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ, കാരണം ഞങ്ങൾ ഇന്നലെ അർദ്ധരാത്രിയാണ് ഈ ശ്രീനഗറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത്. ആ വരുന്ന സമയത്ത് പലരും ആ യാത്ര കഴിവതും ആ സമയത്ത് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കാരണം സോപ്പോർ, പുൽവാമ, അതുപോലെ തന്നെ അനന്തനാഗ് തുടങ്ങി ഭീകരാക്രമണങ്ങൾക്ക് കുപ്രസിദ്ധി നേടിയിട്ടുള്ള ചില സ്ഥലങ്ങൾ കടന്നായിരുന്നു ഞങ്ങൾക്ക് വരേണ്ടിയിരുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പഹൽഗാമിലെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് നമുക്ക് അറിയേണ്ടതായി ഉണ്ടായിരുന്നു. അതിനു പുറമെ ഈ പഹൽഗാമിൽ ചില കുടുംബങ്ങൾ ഈ ഭീകരാക്രമണം നടന്നതിന് ശേഷവും ചില കുടുംബങ്ങൾ ഇവിടെ ഉണ്ട് എന്ന വിവരം നമുക്ക് ലഭിച്ചിരുന്നു. അതിൽ മലയാളികൾ ഉണ്ട് എന്നും നമുക്ക് വിവരങ്ങൾ ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്പം റിസ്ക് എടുത്താണെങ്കിലും ശ്രീനഗറിൽ നിന്ന് ജമ്മു ഹൈവേ വഴിയിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ അർജുൻ പീതാംബരൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, എല്ലാ തരത്തിലും ഉപരോധം ഏർപ്പെടുത്തി പാകിസ്ഥാനെ ഞെരുക്കത്തിലാക്കാനുള്ള ഒരു നീക്കമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ആ തരത്തിലുള്ള നടപടികൾ, ഇന്ത്യയുടെ നടപടികൾ എങ്ങനെയായിരിക്കും പാകിസ്ഥാനെ ബാധിക്കുക? മറ്റൊന്ന്, പാകിസ്ഥാൻ ഇതിന് എന്തും മറുപടി നൽകും എന്നതും നമ്മൾ കാത്തു നിൽക്കുന്നു. മറ്റൊരു കാര്യം, ഇവർ ഈ ആക്രമണ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു എന്നാണല്ലോ പറയുന്നത്. വിശദാംശങ്ങൾ എന്താണ് അർജുൻ? മോദി, തീർച്ചയായിട്ടും നയതന്ത്ര തലത്തിൽ ഇന്ത്യ മറുപടി നൽകിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയാൻ പറ്റുന്ന തരത്തിലാണ് നടപടിയുള്ളത്. എനിക്ക് പുറകിൽ കാണുന്നത് പാകിസ്ഥാൻ്റെ ഡൽഹിയിലുള്ള ഹൈ കമ്മീഷണറാണ്. ഇവിടെയുള്ള പാകിസ്ഥാൻ്റെ കര നാവിക സേനാ മേധാവികളെയാണ്, അറ്റാഷേമാരെയാണ് നിലവിൽ പുറത്താക്കിയിരിക്കുന്നത്. ഇവർ ഒരാഴ്ചക്കകം തന്നെ ഈ രാജ്യം വിടണം എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം ഇതിനകത്ത് നിലവിൽ 55 ജീവനക്കാരുണ്ട്. ആ എണ്ണം വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. 30 പേർ മാത്രം ഇനി തുടർന്നാൽ മതി, ബാക്കിയുള്ളവർ ഒരാഴ്ചക്കകം തന്നെ രാജ്യം വിടണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നു. നിലവിൽ ഈ നടപടികൾ, സിന്ധു നദീജല കരാർ ഉൾപ്പെടെ മരവിപ്പിച്ച ഈ നടപടികൾക്കെതിരെ എങ്ങനെയായിരിക്കും പാകിസ്ഥാൻ്റെ പ്രതികരണം എന്നുള്ള കാര്യമാണ് ഇന്ന് ഉറ്റുനോക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൊരു സുരക്ഷാ സമിതി യോഗം ഇന്ന് പാകിസ്ഥാനിൽ ചേരുന്നുണ്ട്. പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫാണ് യോഗം വിളിച്ചിരിക്കുന്നത്. കര, നാവികസേന, വ്യോമസേന മേധാവികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല പാകിസ്ഥാൻ്റെ ഉന്നതതല നേതാക്കളും പല മന്ത്രിമാരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നിലവിൽ പാകിസ്ഥാൻ ലോക രാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണുള്ളത്. ഏറ്റവും കൂടുതൽ ഒപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിച്ച ചൈന പോലും, ഈ വ്യാവസായിക കരാറുകളിലടക്കം എപ്പോഴും പാകിസ്ഥാനൊപ്പം നിൽക്കുന്ന ചൈന പോലും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ ഏത് രീതിയിലായിരിക്കും ഇന്ത്യയോടുള്ള ഇനിയുള്ള പാകിസ്ഥാന്റെ സമീപനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സിന്ധു നദീജല കരാറെല്ലാം തന്നെ ഇപ്പോൾ മരവിപ്പിച്ച സ്ഥിതിയിൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ പാകിസ്ഥാനിൽ ഉണ്ടാക്കാം. പ്രത്യേകിച്ചും ഒരു ഡാമോ തടയണകളോ കെട്ടി പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികളിലെ ജലം ഇന്ത്യക്ക് നിർത്തലാക്കാമെന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. ഇതിലൊക്കെ തന്നെ എന്തായിരിക്കും പാകിസ്ഥാന്റെ മറുപടി? നേരത്തെ ഈ ഭീകരാക്രമണം തള്ളിക്കൊണ്ട് അത് ഇന്ത്യ തന്നെ നടത്തിയതാണ് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു ആദ്യം പാകിസ്ഥാൻ രംഗത്ത് വന്നത്. ഈ നയതന്ത്ര ഉപരോധങ്ങൾക്ക് പിന്നാലെ ഇന്നിനി എന്തായിരിക്കും പറയാൻ പോവുക, ആ യോഗത്തിന് ശേഷം വ്യക്തമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മറ്റൊരു കാര്യം മോദി ചോദിച്ചത്, ഈ പലരും ക്യാമറ വെച്ച് ഈ ഭീകരാക്രമണം ചിത്രീകരിച്ചു എന്നുള്ളത്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ TRF മുൻപും നടത്തിയിട്ടുള്ള പല ദൗത്യങ്ങൾ, പല ഭീകരാക്രമണങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതേ രീതി അവർ പിന്തുടരുന്നവരാണ്. മാത്രമല്ല ജെയ്ഷെ മുഹമ്മദും ഈ രീതി പിന്തുടർന്നിട്ടുള്ളവർ തന്നെയാണ്. അത്തരത്തിൽ പല രംഗങ്ങളും പല ചിത്രങ്ങളും എല്ലാം തന്നെ പുറത്തു വന്നിട്ടുമുണ്ട്.
എന്തായാലും ഈ ഭീകരരെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള മാൻഹണ്ട് ഇപ്പോഴും പഹൽഗാമിൽ പുരോഗമിക്കുക തന്നെയാണ് എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. അതേസമയം പാകിസ്ഥാനെതിരെ കൂടുതൽ ഉപരോധങ്ങൾ, കൂടുതൽ നടപടികൾ എടുക്കാനുള്ള നീക്കങ്ങളുമായി ഇന്ത്യ മുന്നോട്ട് പോകുന്നു. ഇന്ന് രാവിലെ 11 മണിക്ക് ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത്. പ്രധാനമായിട്ടും മുന്നോട്ടുള്ള നടപടികൾ എങ്ങനെയായിരിക്കും, അതിന് പ്രതിപക്ഷ പാർട്ടികളുടെ കൂടി പിന്തുണ നേടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ നിലപാട്. ഏറ്റവും ആദ്യം സ്വാഭാവികമായും അവരെതിർക്കുന്ന ഒരു കാര്യം, അതായത് അവർക്ക് വിയോജിപ്പുള്ളത് അവിടെ ഭീകരാക്രമണം ഉണ്ടായത് സുരക്ഷയ്ക്ക് വന്ന പാളിച്ചയാണ് എന്ന തരത്തിൽ പ്രതിപക്ഷത്തിന് അങ്ങനെ ഒരു വാദമുണ്ട്. അതിനിടയിൽ പക്ഷേ തീവ്രവാദത്തെ ചെറുക്കാനായി ഇന്ത്യക്കൊപ്പം എന്ത് വില കൊടുത്തും ചേർന്ന് നിൽക്കുമെന്ന് നേരത്തെ തന്നെ അവർ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ടായിരിക്കുമോ പ്രതിപക്ഷം കൂടെ നിൽക്കുന്നത്? തീർച്ചയായിട്ടും പാകിസ്ഥാനെതിരെ കർശന നടപടി എടുക്കണം, അവർക്ക് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കണം എന്നുള്ളത് നേരത്തെ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഈ ആക്രമണത്തിന് പിന്നാലെ രാഹുൽ ഗാന്ധി അമേരിക്കയിലായിരുന്നു. അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ഫോണിൽ വിളിച്ച് നേരിട്ട് സംസാരിച്ചിട്ടുമുണ്ട്. നിലവിൽ കോൺഗ്രസിന്റെ നിലപാട് കേന്ദ്രത്തിനൊപ്പം ഈ കാര്യത്തിൽ നിൽക്കുക എന്നുള്ളതാണ്. ഈ പേൽഗാമിലെ ഈ താഴ്വരയുടെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഈ ബൈസറൻ താഴ്വരയുടെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു സൈനിക ഔട്ട് പോസ്റ്റ് പോലും ഇല്ലാത്തൊരു സ്ഥലമാണ്. കാരണം വിനോദസഞ്ചാര കേന്ദ്രമാണ്, ഒരുപാട് വിനോദസഞ്ചാരികൾ ഒഴുകിയ സ്ഥലമാണ്. അവിടെ സൈനിക ഔട്ട് പോസ്റ്റുകൾ ഉണ്ടാവാറില്ല, മറിച്ച് ചില സുരക്ഷാ ജീവനക്കാർ ഉണ്ടാകുമെന്നുള്ളത് ഒഴിച്ചാൽ. പക്ഷേ ഒരു ഇന്റലിജൻസ് വീഴ്ച അവിടെ ഉണ്ടായി എന്നുള്ള കാര്യം പറയപ്പെടുന്നുണ്ട്. അതിലെല്ലാം തന്നെ വലിയ ചർച്ചകളെല്ലാം ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്, നടക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം ഏറ്റവും പ്രധാനം പ്രത്യാക്രമണങ്ങൾ എങ്ങനെ നടത്താം എന്നുള്ളൊരു ചർച്ചയിലേക്ക് കൂടി വഴിവെക്കുന്നതാണ് സുരക്ഷാ ഉപദേഷ്ടാവ്. തീവ്രവാദത്തെ ചേർത്ത് നിൽക്കാൻ ഇന്ത്യ ഒന്നടങ്കം, അത് എല്ലാ കക്ഷികളും, രാഷ്ട്രീയ കക്ഷികളും ചേർന്ന് നിൽക്കുക എന്നാണ് ഏറ്റവും പ്രധാനം എന്ന ഈ ഘട്ടത്തിലെ തിരിച്ചറിവ് അത് അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ്.